ഗണഗീതം RSSന്റെ ഗാനമാണ്. ഇവിടെ നടന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും ഔദ്യോഗിക ചടങ്ങ് നടക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഗവൺമെൻറ് ഉത്തരവിലൂടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗവൺമെൻറ് നടത്തുന്ന പരിപാടികളിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ടോ ഏതെങ്കിലും മറ്റ് സംഘടനകളുടെ പാട്ടോ അത്തരം കാര്യങ്ങളൊന്നും ആലപിക്കാറില്ല എന്നുള്ളവരെ നമുക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ റെയിൽവേയുടെ അധികാരികളും അവരെ നിയന്ത്രിക്കുന്നവരും ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ്. ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഇതിൻ്റെ തെളിവാണ്. സാധാരണ ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോഴും വൈസ് പ്രസിഡന്റ് വരുമ്പോഴും ഗവർണർ വരുമ്പോഴും ദേശീയഗാനം പാടാറുണ്ട്. അവരെ പോകുമ്പോൾ ദേശീയഗാനം പാടാറുണ്ട്. അതൊക്കെ നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് കൊണ്ടുവന്ന് ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് പാടിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവന്ന് പാടിയതല്ല. 1-2 ആഴ്ചക്കാലത്തെങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് നടത്തി കാണും. അത് ആരുടെ സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. CBSE സ്കൂളായിരുന്നാലും കേരള ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. ആ NOCയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചല്ലോ. അപ്പം അതിനുശേഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS എന്ന് പറയുന്നത്. ആ നിരോധനം നീക്കുന്നതിന് വേണ്ടി മാപ്പ് എഴുതി കൊടുത്ത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാമെന്ന് എഴുതി കൊടുത്ത കൂട്ടരാണ്. അപ്പം അങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രം കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പാർട്ടുണ്ട്. പോട്ടെ, ഒന്നുമില്ലെങ്കിൽ എന്നുള്ള നിലയിലില്ല. നമ്മുടെ ദേശീയഗാനം പാടുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു പാട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേശീയഗാനം പാടിക്കാമായിരുന്നല്ലോ ഇന്ത്യൻ റെയിൽവേക്ക്. ഈ എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് ഈ പാടിയ പാട്ട് അത് ദേശഭക്തി ഗാനമെന്നാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനം. ഗണഗീതം ഉൾപ്പെടെയുള്ള എല്ലാ ഗാനങ്ങളും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ പ്രിൻസിപ്പളായിട്ടുള്ള ഡിൻഡോ KP പറഞ്ഞിരിക്കുന്നത്. ദേശഭക്തി ഗാനം ആണെന്നുള്ള വിജ്ഞാനം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളവരറിയില്ല. അതടക്കമുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണോ ദേശഭക്തി ഗാനം ആയി വരുന്നത്? പ്രിൻസിപ്പൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്തധികാരമുള്ളത്? രാജ്യത്തെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ടത്. ഞങ്ങൾക്കൊക്കെ അറിയില്ലല്ലോ. അവരെല്ലാം ഭയന്നിരിക്കുകയാണ്, അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് പേടിയുണ്ട് എന്ന രീതിയിലൊക്കെയാണ് സ്കൂളിന്റെ പ്രതികരണം. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. കുട്ടികൾക്ക് ഒരാഴ്ച മുമ്പ് അവിടെ റിഹേഴ്സൽ നടത്തി. കുട്ടികൾക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രമൊന്നും അറിയണമെന്നില്ലല്ലോ, ഇത് ആരുടെ പാട്ടാണെന്നൊന്നും അറിയണമെന്നില്ലല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് കുട്ടികൾ നിരപരാധിയാണല്ലോ. ഇതേപോലെ എല്ലാ സ്കൂളുകളിലും പിന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമാണല്ലോ, റിഹേഴ്സലാണല്ലോ ഇപ്പം നടന്നിരിക്കുന്നത്. ഈ ഭാരതാംബയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ ഗണഗീതവുമായി. അതെ, അതിലും അതിന്റെ വരികളിൽ ഭാരതാംബ എന്നെല്ലാം പറയുന്നുണ്ട്. അല്ല, തുടർച്ച ഭാരതാംബ മീൻസ് ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട ശേഷം വീണ്ടും ഉണ്ടായിരിക്കുന്ന അവരുടെ ഒരു എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ? RSSന്റെയും BJPയുടെയും ഒരു തീവ്രമായിട്ടുള്ള ഹിന്ദു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വിദ്യാലയങ്ങളെ കൂടെ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഈ ഗണഗീതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തീവ്ര അജണ്ട ഉള്ളതായിട്ട് അങ്ങേക്ക് തോന്നിയിരുന്നോ? ഈ ഗണഗീതത്തിന്റെ വരികൾ നോക്കേണ്ട കാര്യമില്ല. RSSന്റെ പിന്നെ ഏത് പരിപാടിക്കും RSSന്റെ ഗാനമാണെന്ന് പരക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. RSSന്റെ ഏത് പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും ഈ പാട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ബലികുടീരങ്ങൾ എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് രക്തസാക്ഷി മണ്ഡപം നമ്മൾ പാളയത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ രാഷ്ട്രപതി നമ്മുടെ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി വന്ന് ഉദ്ഘാടനം ചെയ്ത അവസരത്തിലാണല്ലോ ഈ പാട്ട് അവിടെ പാടുന്നത്. ആ പാട്ടിനെല്ലാം അങ്ങനെയാണെങ്കിൽ അതടക്കമുള്ള എത്രയോ ഗാനങ്ങൾ രാജ്യത്തുണ്ട്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് എല്ലാ സംഘടനകൾക്കും അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന എത്രയോ പാട്ടുണ്ട്. അതൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ.